ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ. മിന്ന അംഗൻവാടിക്ക് പോവല്ല, കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ മിന്ന റെഡിയാവാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിന്ന അങ്ങനെ ഓരോന്നെടുത്തിട്ട് ഇത് വെച്ചില്ലല്ലോ അത് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിടയിൽ കൂടെ ഒരു കൈ വരുന്നത് കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ അവൾക്ക് ഇങ്ങനെ ഒരുങ്ങാനും റെഡിയാവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്രോക്ക് ഇടുമ്പോൾ മാത്രം കേട്ടോ. കാഷ്വൽസ് ഇടുകയാണെങ്കിൽ അവളൊന്നും ഇടൂല, മേക്കപ്പ് ഇടൂല, പൗഡർ പോലും ഇടൂല. ഞാൻ ബോയിനെ പോലെ അല്ലേ, പിന്നെ എന്തിനാണെന്ന് പറയും. അങ്ങനെ റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അവളുടെ ലാസ്റ്റ് ഡേ അംഗൻവാടിയിൽ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ അവൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ട്, ഇനി വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും സ്കൂളിൽ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ബലൂണൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കണം, ഓരോ ഇതൊക്കെ കണ്ടിട്ട് അവൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അവിടെയുള്ള ഫ്ലവേഴ്സാണ് അംഗൻവാടിയിലുള്ളത്. ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. വീട്ടിൽ പിന്നെ ഫുള്ളുണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസസ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഡെക്കറേഷൻ എന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ രാവിലെയും വന്നിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി, എല്ലാവരും സംസാരിച്ചു, ആശംസകൾ അറിയിച്ചു ഇറങ്ങുന്ന കുട്ടികൾക്കും അതുപോലെ വരുന്ന കുട്ടികൾക്കും. ഫസ്റ്റ് ഡേ ഇന്ന് വരുന്ന കുട്ടികളുണ്ട്, ഓൾറെഡി വന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികളുണ്ട്, കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. ഓൾറെഡി വന്നിരിക്കുക എന്ന് പറയുമ്പോൾ 3 വയസ്സാവുന്നത് എല്ലാവർക്കും ഈ ഒരു മെയ് ജൂൺ ടൈമിലാവണം എന്നില്ലല്ലോ. ഓരോ മാസങ്ങളായി, ചിലർക്ക് ജനുവരിയിലായിട്ടുണ്ടാവും, ഫെബ്രുവരി. അപ്പോൾ ആ ജനുവരിയിലാവുന്ന കുട്ടികൾ അപ്പം തന്നെ ഇരിക്കുമല്ലോ. അങ്ങനെ അങ്ങനെ എല്ലാ കുട്ടികളും അമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മമാരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അഭിപ്രായം കേട്ടിട്ട് വായോ. ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ. കഴിക്കും, കഥ പറഞ്ഞു കൊടുക്കണം, ഭക്ഷണം കഴിക്കാനില്ല. കാരണം സംശയങ്ങളാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മതി ഇനി കഴിച്ചിട്ട് പോകുന്നു പറയണം. പക്ഷെ ടീച്ചർ അങ്ങനെയല്ല, സമാധാനത്തിൽ ഇരുത്തി എല്ലാ കുട്ടികളും കഴിച്ചിട്ടിരിക്കുമ്പോൾ എങ്കിലും ആരെയും വിശ്വസിക്കാണ്ട് എല്ലാവരെയും അടച്ചിരുത്തി വാരി കൊടുത്ത് കൊടുക്കേണ്ട കുട്ടികൾ വാരി കൊടുത്ത് പട്ടി കഴിക്കുന്ന കുട്ടികളെ കഴിപ്പിച്ച് അങ്ങനെ നല്ല നോക്കിയിട്ട് ഞാനൊന്നുമില്ല. ഇപ്പം ടീച്ചർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഗുണം തന്നെയാണ് മക്കളിൽ കാണാനുള്ളത്. പിന്നെ എന്റെ കുട്ടി ആദ്യമായിട്ട് ആക്കാൻ വരുന്ന സമയത്ത് നമ്മള് എന്താണോ രാവിലെ ഇവിടെ ആക്കിയത് ആദ്യമായിട്ടുള്ള ദിവസമൊക്കെ ഞാൻ വന്ന് വിളിക്കാനായിട്ട് കയറുമ്പോൾ ഇവിടെ ഞങ്ങളെ കണ്ടത് തിരിച്ചോടി ടീച്ചർ വഴിയിൽ പോയി കണ്ടു. ടീച്ചർ ആദ്യം തരുമ്പോ കാരണം ആദ്യം അമ്മയത്ത് ആരെ വീട്ടിൽ വരികയാണെന്ന് കാത്തിരിക്കുകയാണ്. അത് അങ്ങനെയല്ല, ഞങ്ങളെ കണ്ടപ്പോൾ തിരിച്ച് ടീച്ചറെ വഴിയിൽ പോയി കണ്ടിട്ട് വെല്ലി എന്തിനാ അമ്മയെ കാണാൻ വരാമെന്ന് പറഞ്ഞാൽ ഒരുപാട്. പിന്നെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ പഠിച്ചു പോയിട്ടുള്ളൊരു കുട്ടി ഡോക്ടറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയാണ് മറ്റേ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കൊരു സ്നേഹ സമ്മാനം കൊടുത്തു. അങ്ങനെ പിന്നെ ബാക്കി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മൊമെൻറ്റും ഒക്കെ കൊടുത്ത് അതിനുശേഷം ഇവിടെ തന്നെ പഠിക്കുന്ന പിള്ളേർക്ക്, ഇനി ഈ വർഷം പഠിക്കുന്ന പിള്ളേർക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു കേട്ടോ. യൂണിഫോം, അതിൻ്റെ ടീഷർട്ടും പിന്നെ ഒരു കുഞ്ഞു ബൊക്കയും അതായിരുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ടീഷർട്ട്. അങ്ങനെ അതും കൊടുത്ത് ഇതിൻ്റെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. ഈ ഒരു ദിവസം ഫുള്ള് ബിസി ആയിരുന്നു ഗൈസ്. ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ എന്നെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുകൂടി അങ്ങോട്ടുകൂടി എല്ലാവരും ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എല്ലാം. അങ്ങനെ ഇതാണ് കേട്ടോ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇതിൽ മിന്നില്ല, പിന്നെ എവിടെയോ പോയി. ഓരോ പിള്ളേർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടോടും, എല്ലാവരും ഉണ്ടാവില്ലല്ലോ. ഞാനാണ് പിന്നെ ഫോട്ടോ എടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ.
അടിപൊളിയായിരുന്നു. പിന്നെ പായസവും കുടിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിട്ടുള്ള അതേ അംഗൻവാടിയിലാണ് കേട്ടോ മിന്നയും പഠിക്കുന്നത്. അവൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവൾ പഠിക്കാൻ പോകുന്ന സ്കൂളും ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് അവൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ എന്നെ പഠിപ്പിച്ച അതേ ടീച്ചറാണ് അവളെ പഠിപ്പിച്ചത് അംഗൻവാടിയിൽ, അതേ ഹെൽപ്പർ, അതേ ടീച്ചർ. സ്കൂളിൽ പക്ഷേ ടീച്ചേഴ്സൊക്കെ മാറി കേട്ടോ. ഞാൻ പഠിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രായമായ ടീച്ചേഴ്സായിരുന്നു, അവർക്ക് റിട്ടയർ ആയിപ്പോയി. ഇപ്പോൾ പുതിയ ടീച്ചേഴ്സാണ്, പക്ഷെ സ്കൂൾ സെയിമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും, ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ ഇനി എൻ്റെ അംഗൻവാടിക്ക് ഞാൻ ഇത്രയും ദിവസം പോയി, അതുപോലെ ഇനി സ്കൂളിലേക്ക് പോകാം. അങ്ങനെ പിന്നെ ഇനി വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.